Hi dears, welcome back to Fashion Week Designs. Semi silk base ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ സിമ്പിൾ ആയിട്ട് വരുന്ന ടോപ്പും നല്ല ഹെവി ആപ്ലിക് ഡിസൈൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയും വരുന്നൊരു ഡിസൈനാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഓഫ് കളർ ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എല്ലാം 2 പീസ് 3 പീസ് അല്ലെങ്കിൽ സിംഗിൾ പീസ് അങ്ങനെയൊക്കെയാണ് ചില കളേഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കളർ ഓപ്ഷൻസ് ഉള്ളത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർഫുള്ളും ഡാർക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പല ടൈപ്പ് ഓഫ് ഷെയ്ഡ്സുകളുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു തെളിച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റ് കളർ ഷെയ്ഡാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാലും നോർമലുള്ള റെസ്റ്റ് ഇച്ചിരൂടെ ഡാർക്കാണ്. ഇത് ഇച്ചിരൂടെ തെളിച്ചുകൊണ്ട് ഇച്ചിരൂടെ തെളിഞ്ഞ് നിൽക്കും കളർ ഷെയ്ഡ്. ടോപ്പിൽ വരുമ്പോൾ ഇതുപോലെ പോട്ട്ലി ബട്ടൺ ആണ്. നല്ല വിഡ്ത്തും ലെങ്ത്തും ഉണ്ട്. സിമ്പിളായിട്ട് വരുന്ന ടോപ്പും മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ദുപ്പട്ടയാണ്. സിൽക്ക് ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ഇതുണ്ടോ ഹെവി ആയിട്ട് ആപ്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഓഫ് പോർഷൻ ദുപ്പട്ടയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഹെവി ആയിട്ട് ഇതുണ്ടോ ആപ്ലിക്കാണ് പോയേക്കുക. നല്ലൊരു തിന്നായിട്ടുള്ള ദുപ്പട്ട ഫാബ്രിക്കാണ്, സിൽക്കാണ്. ബാക്കി പോർഷൻസിൽ സ്കാറ്റർ ചെയ്തുമാണ് വർക്ക് വരിക. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇനി ഇതിൽ വേറെ അധികം ഡീറ്റെയിലിംഗ് ഇല്ല. ആകെ ഉള്ളത് ദുപ്പട്ടയിലാണ്. ദുപ്പട്ട നല്ല ഹെവി ആപ്ലിക്കാണ്. ടോപ്പ് സിമ്പിളായിട്ട് വരും. ഇതാണ് എൻ്റെ ലുക്ക് വന്നേക്കുക. അടുത്ത ഷെയ്ഡ് തന്നെ ഉണ്ടോ നല്ല വിഡ്ത്തുണ്ട്. വേണേൽ എ ലൈൻ വേണമായിട്ട് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. വിഡ്ത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട്. സിമ്പിൾ ടോപ്പ് ഹെവി ദുപ്പട്ട പാറ്റേൺ. ഹെവി ആയിട്ട് ആപ്ലിക് ഡിസൈൻ ആണ് ദുപ്പട്ടയിൽ പോയേക്കും. ഓരോ ദുപ്പട്ടയിലും ഓരോ കളേഴ്സിലും പല ടൈപ്പ് ഓഫ് ആപ്ലിക് ഡിസൈൻസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോയേക്കുക. ബാക്കി പോർഷൻസ് അതായത് ദുപ്പട്ട ഫുള്ളും എംബ്രോയിഡറി അല്ല, ഫുള്ളും ആപ്ലിക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓർഗൻസ അല്ല, ഇത് സിൽക്ക് ഫാബ്രിക്കാണ് ദുപ്പട്ടയിൽ യൂസ് ചെയ്തേക്കുക. ഒരു വെറൈറ്റിയാണ് കളർ ഷെയ്ഡ്, നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇങ്ങനെ കാണുമ്പം അതായത് നമ്മുടെ നേവി ബ്ലൂവിൻ്റെ അകത്ത് ഒരു ഓർക്കിഡ് ബ്ലൂവിൻ്റെ ഒരു ബ്ലെൻഡും കൂടെ ഉണ്ട്. അങ്ങനെ ആ രണ്ടിൻ്റെയും കൂടെ ഒരു കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ പോലത്തെ ഈ ഒരു തീപ്പെട്ടി കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ എന്തോ തീപ്പെട്ടി കളറല്ല. ഈ ഓർക്കിഡും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട്, രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. 1295 പ്രൈസ്. ഇത് ബ്ലൂ അല്ല കേട്ടോ, ഇത് ഗ്രീൻ ആണ്. ഒരു എംറാൾഡ് ഗ്രീൻ അങ്ങനത്തെ പോലത്തെ ഒരു ബേസ് കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ ഹെവി ആപ്ലിക്, ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിൻ്റെ ദുപ്പട്ടയാണ്. നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ടോപ്പ് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലെ ഈ കളറിൽ വരുന്ന ഡ്രസ്സസിനോട് വേണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അത്രയും ഹെവിയാണ്. എല്ലാം സെൽഫിലാണ് ഈ ഒരു ആപ്ലിക്കും പോയിക്കുക. ഇതാണ് അടുത്ത കളർ ബ്ലാക്ക്. നല്ല രസമല്ലേ ഇതുണ്ട്. ഇതിൻ്റെ ആപ്ലിക്ക് കുറച്ചും കൂടെ ഹെവിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓൾമോസ്റ്റ് പകുതി പോർഷനിലും ഹെവി ആയിട്ട് ആപ്ലിക്കും ബാക്കി പോർഷൻസിലൊരു ലീഫ് സ്റ്റൈലിലുമാണ് ഇതിൻ്റെ ആപ്ലിക്ക് പോയിരിക്കുന്നത്. ടോപ്പ് സിമ്പിളും 1295 പ്രൈസ്. സോ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ലൊരു ഗോൾഡൻ മസ്റ്റാർഡ് കളറാണ്. അതായത് നോർമൽ മസ്റ്റാർഡ് അല്ല, അതിൽ കുറച്ചും കൂടി ഒരു ഗോൾഡൻ ഹൈലൈഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. എല്ലാം സെൽഫ് കളറിലാണ് വരുന്നത്. ഹെവി ആയിട്ടുള്ളൊരു ദുപ്പട്ട, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറ്റലോഗാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ പല സ്റ്റൈൽസ് കാണിച്ചിട്ടുണ്ട്. നല്ല മൂവിങ് ആണ്, വളരെ യുണീക്ക് ആണ് ഇങ്ങനത്തെ ടൈപ്പ്. അതുകൊണ്ട് ഒത്തിരി പീസസ് ഇല്ല. ഓരോ കളേഴ്സും വളരെ ലിമിറ്റഡ് ആണ്. താങ്ക്